Today's topic is trigonometric functions. Consider a point Pxy in the Cartesian coordinate system. We know that the distance of the point from the x-axis is its y-coordinate and the distance of the point from the y-axis, this distance, is the x-coordinate. Pxy എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന് y-ആക്സിസുമായിട്ടുള്ള അകലം അതിൻ്റെ x-കോർഡിനേറ്റും ആ പോയിന്റിന് x-ആക്സിസുമായിട്ടുള്ള അതിൻ്റെ അകലം അതിൻ്റെ y-കോർഡിനേറ്റും ആയിരിക്കും. OP എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഞാൻ R എന്ന് പേര് കൊടുക്കുന്നു. ഇനിയും OAP എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. In any right triangle, base square plus altitude square is equal to hypotenuse square. പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്ന പൈതഗോറിയൻ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും OA സ്ക്വയർ പ്ലസ് AP സ്ക്വയർ ഈസ് ഈക്വൽ ടു OP സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് altitude square is equal to hypotenuse square. That is x square plus y square is equal to r square. R is equal to root of x square plus y square. R എന്ന് പറയുന്നത് ഈ പോയിന്റിനെ ഒറിജിനിൽ നിന്നുള്ള അകലമാണ്. അതുകൊണ്ട് R എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം പോയിന്റ് ക്വാഡ്രന്റ് മാറുന്നതനുസരിച്ച് എക്സും വൈയും പോസിറ്റീവോ നെഗറ്റീവോ വരാം. അതായത് PXY സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയിരിക്കും. R എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നൗ ഈ അക്യൂട്ട് ആംഗിൾ POA തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൈൻ തീറ്റ. വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് y ബൈ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്, റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് r. Therefore sin theta is y by r. Similarly, cos theta is equal to adjacent side by hypotenuse. This is equal to ഈ ആംഗിളിൻ്റെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ. Therefore cos theta is x by r. Similarly, tan theta is equal to opposite side divided by adjacent side, that is y by x. Cosec theta is equal to hypotenuse by opposite side, that is r by y. Sec theta is equal to hypotenuse by adjacent side, that is r by x. Cot theta is equal to adjacent side by opposite side, that is x by y. Okay, അങ്ങനെ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് ഉള്ളത്. Next one, reciprocal functions. Cosec x is equal to 1 by sin x. That is, the reciprocal of sin x is cosec x. Sec x is equal to 1 by cos x. That is, the reciprocal of cos x is sec x. Cot x is equal to 1 by tan x. That is, the reciprocal of tan x is cot x. അടുത്തതായി quotient relations. Tan x is equal to sin x divided by cos x. Sin x by cos x is tan x. Cot x is equal to cos x by sin x. Cos x by sin x is cot x. Next topic, signs of trigonometric functions in 4 quadrants. In the first quadrant, we know that x coordinate is positive,
y coordinate is positive and r is always positive. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, ആർ എപ്പോഴും പോസിറ്റീവ് ആണ്. Therefore sin theta y by r positive by positive positive, cos theta positive by positive positive, tan theta y by x, y and x are positive, therefore tan theta is positive. Similarly, cosec theta, sec theta and cot theta are all positive. Therefore, in the first quadrant, all trigonometric functions are positive. എന്ന് സൂചിപ്പിക്കുന്നത് ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ് എന്നാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ ശ്രദ്ധിക്കുക, ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, ആർ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സ് മാത്രമാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആകുന്നത്. Therefore, sin theta y by r, a positive number by a positive number is positive. Cosec theta r by y, positive by a positive number is positive. കോസ് തീറ്റ, സീക് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ എടുക്കുമ്പോൾ അവയിൽ എക്സ് നെഗറ്റീവ് ആണ്, ആറും വൈയും പോസിറ്റീവ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിലുള്ള ഡിവിഷൻ വരുന്നത് കൊണ്ട് അതെല്ലാം നെഗറ്റീവ് ആണ്. Therefore, in the second quadrant, sin theta and cosec theta are positive. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എസ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ കൊസീക് തീറ്റയും പോസിറ്റീവ് ആണ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ഈസ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്, ആർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സും വൈയും നെഗറ്റീവ് ആണ്, ആറ് പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ തീറ്റ വൈ ബൈ ആർ നെഗറ്റീവ്, കൊസീക് തീറ്റ ആർ ബൈ വൈ നെഗറ്റീവ്, കോസ് തീറ്റ എക്സ് ബൈ ആർ നെഗറ്റീവ്, സീക് തീറ്റ ആർ ബൈ എക്സ് നെഗറ്റീവ്, ടാൻ തീറ്റ വൈ ബൈ എക്സ്, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കോഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ കോട്ട് തീറ്റ എക്സ് ബൈ വൈ, എ നെഗറ്റീവ് നമ്പർ ബൈ എ നെഗറ്റീവ് നമ്പർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഈ തേർഡ് ക്വാഡ്രന്റിൽ ടാൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ ടി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ടി മീൻസ് ടാൻ തീറ്റയും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ കോട്ട് തീറ്റയും തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. And in the fourth quadrant, x is positive, y negative, r positive. മുൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ കോസ് തീറ്റയും സീക് തീറ്റയും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ സി എന്ന് ഞാൻ ഫോർത്ത് ക്വാഡ്രന്റിൽ ഡിനോട്ട് ചെയ്യുന്നു. സി മീൻസ് കോസ് തീറ്റയും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ സീക് തീറ്റയും പോസിറ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. ഓരോ ക്വാഡ്രന്റിലെയും ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻസ് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ASTC എന്ന് മാർക്ക് ചെയ്യുക. എ മീൻസ് ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ എസ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ കൊസീക്കും പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടി എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ കോട്ട് അവിടെ പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ സിക്കും പോസിറ്റീവാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ASTC എന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ. First problem, if cos x is equal to negative 3 by 5 and x lies in the third quadrant, find the values of other 5 trigonometric functions. Cos x is equal to negative 3 by 5. x തേർഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ടാണ് cos x നെഗറ്റീവ് ആയത്. ബാക്കി 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതാണ് അതിലെ റൈറ്റ് ആംഗിൾ.
ഒരു അക്യൂട്ട് ആംഗിൾ എക്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ആംഗിൾ എക്സ് ആണ്. Now we know that cos x is equal to adjacent side by hypotenuse. Cos x -3/5 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ അഡ്ജസൻറ്റ് സൈഡ് 3 ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് 5 ആയിട്ടും എടുക്കുക. നെഗറ്റീവ് സൈൻ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. അഡ്ജസൻറ്റ് സൈഡ് യഥാർത്ഥത്തിൽ 3ഉം ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കില്ല. അതിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ വാല്യൂസ് ആയിരിക്കും വരിക. പക്ഷേ നമ്മളിവിടെ അഡ്ജസൻറ്റ് സൈഡ് 3 ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് 5 ആയിട്ടും എടുക്കുക. ഇനി ഓൾട്ടിറ്റ്യൂഡിന് ഞാൻ തൽക്കാലം എ എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബേസ് സ്ക്വയർ പ്ലസ് altitude square is equal to hypotenuse square. Base square plus altitude square is equal to hypotenuse square. Base square plus altitude square is equal to hypotenuse square. പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. 9 plus a square is equal to 25. a square is equal to 25 minus 9. That is equal to 16. a is equal to root of 16, that is 4. അത് ഞാൻ ഇവിടെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ അവിടെ 4 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ബാക്കി 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാവുന്നതാണ്. അതിനു മുമ്പായി ഓരോ ക്വാഡ്രൻറ്റിലെയും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സൈൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പവഴി പറഞ്ഞു തന്നു. ഒരു ക്വാഡ്രൻറ്റ് വരയ്ക്കുക. എ എസ് ടി സി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. നമ്മുടെ എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അവിടെ ടാനും അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ കോട്ടും പോസിറ്റീവാണ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അവിടെ നെഗറ്റീവാണ്. ആദ്യം സൈൻ എക്സ്. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 4, ഹൈപ്പോട്ടന്യൂസ് 5, ആൻഡ് സൈൻ എക്സ് ഈസ് നെഗറ്റീവ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. ദെർഫോർ സൈൻ എക്സ് ഈസ് -4/5. സൈൻ എക്സ് കിട്ടിയാൽ അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ കൊസീക് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി -5/4. ഓക്കെ, സൈൻ എക്സ് ഈസ് -4/5, കൊസീക് എക്സ് ഈസ് -5/4. കോസ് എക്സ് തന്നിട്ടുണ്ട് -3/5. കോസ് എക്സ് ഈസ് -3/5. ദെർഫോർ സീക്ക് എക്സ് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി -5/3. നൗ ടാൻ എക്സ്. ടാൻ എക്സ് ഈസ് വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Opposite side by adjacent side. X in the opposite side 4, adjacent side 3. Tan x is positive in the third quadrant. Therefore tan x is 4/3. ചിഹ്നം അഥവാ സൈൻ കൊടുക്കുന്ന കാര്യം മറക്കരുത്. ആൻഡ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി 3/4. Therefore the answers are sin x is equal to -4/5, cosec x is -5/4, sec x is -5/3, tan x is equal to 4/3, and cot x is equal to 3/4. Second problem, if cot x is equal to 3/4 and x lies in the third quadrant, find the other 5 trigonometric functions. അടുത്ത പ്രോബ്ലം, cot x is equal to 3/4 and x lies in the third quadrant. ഇവിടെ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കും. അക്യൂട്ട് ആംഗിൾ എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. നൗ cot x ഈസ് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് 3 ആയിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് സൈഡ് 4 ആയിട്ട് എടുക്കണം. ഹൈപ്പോട്ടന്യൂസ് തൽക്കാലം എ എന്ന് കൊടുക്കുന്നു. ബൈ പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ.
9 plus 16 is equal to a square. A square is equal to 25. Therefore, a is 5. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം തേർഡ് ക്വാഡ്രന്റിലെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനായി ഒരു ക്വാഡ്രന്റ് സിസ്റ്റം വരച്ചിട്ട് ASTC മാർക്ക് ചെയ്യുന്നു. തേർഡ് ക്വാഡ്രന്റ് ആണ് വേണ്ടത്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ സൂക്ഷിച്ചോണം, ടാനിനും കോട്ടിനും പോസിറ്റീവ് സൈൻ കൊടുക്കണം, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. ഇനി ഈ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. sin x is equal to opposite side by hypotenuse. That is opposite side, x into opposite side 4, adjacent side 5. X lies in the third quadrant, and in the third quadrant sin x is negative. Therefore sin x is negative 4 by 5. Therefore cosec x അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, മൈനസ് 5/4. ഇനി cos x. Cos x is equal to adjacent side by hypotenuse. Now adjacent side is 3, hypotenuse is 5, and cos x is negative in the third quadrant. Therefore cos x is minus 3/5. ഇനി sec x കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. sec x is minus 5/3. Tan x is what? Tan x is opposite side by adjacent side. Opposite side is 4, adjacent side is 3, 4/3, and tan x is positive in the third quadrant. Therefore the 5 trigonometric functions are sin x is minus 4/5, cosec x is minus 5/4, cos x is equal to negative 3/5, sec x is negative 5/3, tan x is 4/3. cot x തന്നിട്ടുണ്ട്. Okay. Third problem. If cot x is equal to negative 5/12 and x lies in the second quadrant, find the value of sin x plus cos x divided by sin x minus cos x. Cot x is minus 5/12 and x lies in the second quadrant. Okay. Right triangle വരയ്ക്കുന്നു. acute angle x എന്ന് മാർക്ക് ചെയ്യുന്നു. cot x. What is cot x? adjacent side by, ഇപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ അറിയാം, opposite side, നെഗറ്റീവ് സൈൻ എടുക്കണ്ട, adjacent side 5, opposite side 12. ഇതിൻ്റെ adjacent side അടുത്ത് കിടക്കുന്ന സൈഡ്, opposite side ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന സൈഡ്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കിടക്കുന്നത് ഹൈപ്പോട്ടന്യൂസ്. അത് ഞാൻ തൽക്കാലം എന്ന് പേര് കൊടുക്കുന്നു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. Therefore 25 plus 144 is equal to a square. A square is equal to 169. A is equal to root of 169, that is 13. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. A is equal to 13. ഇനി നമുക്കിവിടെ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ആവശ്യമില്ല, സൈൻ എക്സും കോസ് എക്സും മാത്രം മതി. കാരണം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. All trigonometric functions are positive. Sin and cosec are positive. Tan and cot are positive. Cos and sec are positive. Quadrant സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ സൈൻ പോസിറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആണ്. സൈൻ ഈസ് പോസിറ്റീവ് ആൻഡ് കോസ് ഈസ് നെഗറ്റീവ്. സൈൻ എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 12, hypotenuse is 13, and sin x is positive. Cos x is adjacent side by hypotenuse,
adjacent side is 5, hypotenuse is 13, and cos x is negative in the second quadrant. The question is to find the value of sin x plus cos x by sin x minus cos x. Sin x is 12 by 13 plus cos x is minus 5 by 13 divided by sin x is 12 by 13 minus 5 by 13. That is equal to 12 by 13 minus 5 by 13 by 12 by 13. Minus becomes plus 5 by 13. Calculator ചെയ്യാൻ ശ്രമിക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 12 by 13 minus 5 by 13 ചെയ്യുമ്പോൾ 7 by 13 എന്ന് വരും. ഡിവൈഡഡ് ബൈ 12 by 13 plus 5 by 13 ചെയ്യുമ്പോൾ 17 by 13. 13 and 13 കട്ടാവും. 7 by 17. The answer is 7 by 17.